അമേരിക്കൻ യൂറോപ്പ് തീരുവ യുദ്ധത്തിന് അവസാനമാകുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ചുമത്തുമെന്നാണ് അറിയുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഇന്നും ലോകസഭയിൽ ചർച്ച നടക്കാൻ പോവുകയാണ്. പാർലമെൻറ്റ് പൊതുവെയുള്ള ചർച്ച നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. ആ സമയത്ത് ഒരു വെടി പൊട്ടിച്ചു അദ്ദേഹം. ഞാൻ ഇടപെട്ടുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തീർന്നു എന്ന് പറഞ്ഞു. സർക്കാരിനെ വെട്ടിലാക്കുന്ന പരിപാടിയാണ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ അതേപറ്റി അഭിപ്രായം പറയുന്നില്ല, കാരണം ഞാൻ ചിലപ്പം വെട്ടിലാകും. ഈ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് ഷെയറിന്റെ കണക്കുകൾ എടുത്താൽ US യൂറോപ്പ് ഷെയർ ആണ് ആഗോളതലത്തിൽ ഏതാണ്ട് 1/3 വരുന്നത്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനുമായിട്ട് നടന്ന അവസാന ചർച്ചകളായിരുന്നു ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ വെച്ച് നടന്നത്. ആ ചർച്ചകളിലാണ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വിമാനം, അതുപോലെ വിമാനത്തിന്റെ സ്പെയർ പാർട്സ്, ചില രാസവസ്തുക്കൾ, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ, ചില കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി വസ്തുക്കളുടെ തീരുവ 0 കുറയ്ക്കുവാനും ഈ രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഏതാണ്ട് 30% ഈ ഉയർന്ന എല്ലാ താരിഫുകളും എന്നാൽ ഒഴിവാക്കിയിട്ടുമില്ല. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആഗോളതലത്തിൽ സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ 50% താരിഫിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. എന്നിരുന്നാലും കൂടുതൽ ചർച്ചകളിലൂടെ അവയൊക്കെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് വോൺ ഡെർ ലൈൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇടപാടാണ് ഇതെന്നാണ് താൻ കരുതുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത് കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത്. അമേരിക്കയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും അതുപോലെ സൈനിക ഉപകരണങ്ങളുടെയും ഒക്കെ കൂടുതൽ വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അത് കൂടാതെ ഏതാണ്ട് 600 ബില്യന്റെ നിക്ഷേപം അമേരിക്കയിൽ നടത്തും. അമേരിക്കയുടെ ഊർജ്ജ മേഖലയിൽ ഏതാണ്ട് $750 ബില്യൺ കച്ചവടമാണ് ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചകളിൽ കൂടെ പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിക്ഷേപ വാക്കുകളൊന്നും പാലിക്കുന്നില്ലെന്ന് ഉണ്ടെങ്കിൽ ഭാവിയിൽ ഈ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവകാശം അമേരിക്കയ്ക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അമേരിക്ക ഇറക്കുമതി ചെയ്ത $3.3 ട്രില്യൺ ഉൽപ്പന്നങ്ങളിൽ ഏകദേശം $610 ബില്യൺ യൂറോപ്യൻ യൂണിയന്റേതായിരുന്നു. മെഴ്സിഡസ് ബെൻസ് അതുപോലെ വിമാന കമ്പനികൾക്കൊക്കെ നല്ലൊരു തീരുമാനമാണ് ഈ കരാർ. ഡൊണാൾഡ് ട്രംപിനെ ഒരു കടുത്ത നെഗോഷിയേറ്ററായിട്ടാണ് ഈ വോൺ ഡെർ ലൈൻ വിശേഷിപ്പിച്ചത്. 15% താരിഫ് കഴിവിന്റെ പരമാവധി ശ്രമിച്ചാണ് സാധിച്ചെടുത്തതെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ വീക്കെൻഡിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്കോട്ട്ലൻഡിൽ ഗോൾഫ് കളിക്കാൻ പോയതായിരുന്നു. അതിനുശേഷമാണ് ഈ ചർച്ചകൾ നടന്നത്. സ്കോട്ട്ലൻഡ് ഡൊണാൾഡ് ട്രംപിന്റെ അമ്മയുടെ സ്ഥലം, മേരി ആൻ മക്ലോയിഡിന്റെ ജന്മസ്ഥലം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.